ഈ ഷോൾ ഇടാൻ, അതായത് ഈ തലയിട്ട് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണില്ല. എന്താണ് അവർ പറയുന്ന റീസൺ? ഇത് യൂണിഫോമിന്റെ ഒരു നിയമത്തിനെതിരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മഫ്ത ധരിച്ചിട്ട് സ്കൂളിലേക്ക് വരാൻ സമ്മതിക്കില്ല. എല്ലാ പെൺകുട്ടികളും ഒരേപോലെ വന്നാൽ മതി എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഈ സ്കൂൾ അടച്ചിട്ടു കാസ ഇടപെട്ടു. ഇതൊരു വലിയ വർഗീയ വിവാദമായിട്ട് മാറുകയാണ്. എല്ലാവരും ഇതേപോലെ ഉരുവെപ്പിച്ചിട്ടാണ് അവർ കയറ്റുന്നത്. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചർ വളരെ മോശമായിട്ടാണ് എൻ്റെ കുട്ടികളുടെ ഉള്ള സമീപനം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഭന്താവൂർ. കൊച്ചി പള്ളുരുത്തിയിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്വകാര്യ സ്കൂളിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിനി മഫ്ത ധരിച്ചു വന്നൊരു വലിയ വിവാദമുണ്ടായി. ഒരു കാരണവശാലും മഫ്ത ധരിച്ച് സ്കൂളിൽ കയറ്റില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ. അങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടായി. ഒരു 3 ദിവസം മുമ്പ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് മഫ്ത ധരിച്ച് വരണം, സ്കൂൾ യൂണിഫോമൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും മഫ്ത ധരിക്കൽ ഞങ്ങളുടെ വിശ്വാസത്തിന് ഭാഗമാണെന്നാണ് ഈ മുസ്ലിം പെൺകുട്ടി പറയുന്നത്. മട്ടാഞ്ചേരിക്കാരിയാണ് ഈ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കുടുംബം. എന്തായാലും സംഭവം വിവാദമായിട്ട് സ്കൂളിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ചുണ്ടായി. ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ കേൾക്കുന്നൊരു വാർത്ത, ഈ സ്കൂൾ അടച്ചിട്ടു. വലിയ വർഗീയ വിവാദമായിട്ട് മാറുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സത്യാവസ്ഥയാണ് പറയുന്നത്. ഞാനൊരു ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തായിട്ട് നിൽക്കല്ല. ഈ വീഡിയോ കാണുന്ന ഏത് മതവിശ്വാസക്കാരായിക്കോട്ടെ, എൻ്റെ സംസാരം തിരിയുന്ന ഒരു മലയാളിയാണ്, നിങ്ങൾക്ക് മനസ്സാക്ഷിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. സ്കൂൾ അധികൃതർ പറയുന്നത് സ്കൂളിൽ ഭയങ്കര ഭീഷണിയുണ്ട്, കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്നില്ല, രക്ഷിതാക്കളുടെ ആവശ്യത്തെ തുടർന്നാണ് ഞങ്ങൾ സ്കൂൾ അടച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു മതസംഘടനയുടെയോ ഒരു മതത്തിൻ്റെയോ ഒപ്പം നിൽക്കുക, അതിൻ്റെ സത്യാവസ്ഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഇതിൻ്റെ സത്യം. പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാരും പറയുന്നൊരു കാര്യം, ഇത്തവണ ഈ 8ാം ക്ലാസ്സിലേക്കാണ് ആ പെൺകുട്ടി സ്കൂൾ വന്ന് ചേർന്നിട്ടുള്ളത്. മുൻപത്തെ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന അതേ സ്കൂൾ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളിൽ മഫ്ത ധരിച്ചു പോയിരുന്ന ഒരു കുട്ടിയാണ്. അതേപോലെ ഈ സ്കൂളിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ആ കുട്ടി ഇവിടെ വന്ന് ചേർന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 4 മാസമായി കുട്ടി പഠിക്കാൻ തുടങ്ങിയിട്ട് സ്കൂളിൻ്റെ ഗേറ്റിന് എത്തിക്കഴിഞ്ഞാൽ മഫ്ത അഴിച്ചു വെച്ചിട്ട് ബാഗിൽ വെക്കണം. പിന്നെ പതിവ് പോലെയുള്ള സ്കൂൾ യൂണിഫോമിൻ്റെ മഫ്ത ധരിക്കാതെ സ്കൂളിൽ കയറണം. അങ്ങനെ ഈ വീട്ടുകാരിപ്പോൾ അത് ചോദ്യം ചെയ്തു. ഇപ്പോൾ 4 മാസത്തിന് ഗ്യാപ്പ് വരാൻ കാരണം വീട്ടുകാരെന്തോ സുഖമില്ലാതെ ഒരു മകളുടെ കല്യാണം, പിന്നീട് എന്തോ ഒരു ഇൻഫെക്ഷനൊക്കെ വന്ന് കുറച്ച് കാലം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് രക്ഷിതാവ് അനസ് വേറെ ഒരാൾ ഇത് ഭയങ്കര പരാതിയായിട്ട് വന്നു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, വിദ്യാഭ്യാസത്തിന് പരാതി കൊടുത്തു. പരിഹാരങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഇത് ചില രാഷ്ട്രീയ സംഘടനകൾ ഏറ്റെടുത്ത് സ്കൂളിലേക്ക് വലിയ മാർച്ചൊക്കെ നടന്നതോടുകൂടി മറുഭാഗത്ത് കാസയും മറ്റും ഇതൊരു വർഗീയ വിവാദമായിട്ട് മാറി. കന്യാസ്ത്രീകൾ, തലമറച്ച കന്യാസ്ത്രീകളാണ് പറയുന്നത്, തലമറച്ച പെൺകുട്ടികൾ മതവേഷം ധരിച്ച് വരണ്ടെന്നുള്ളത്. ഈ കന്യാസ്ത്രീകൾ തന്നെ മതവേഷം ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർ പറയുന്നു, നിങ്ങൾ മതവേഷം ധരിച്ച് വരുമ്പോൾ കുട്ടികൾക്കുള്ള ഈക്വാലിറ്റി പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഖം മറക്കാനല്ല, മുഖം മറക്കുന്ന രീതിയിലൊക്കെയുള്ള പല വീഡിയോകളും വരുന്നുണ്ട്. ഈ പെൺകുട്ടികൾക്ക് ആർക്കും മുഖം മറക്കണം എന്നുള്ള ആവശ്യമല്ല ഉന്നയിച്ചുള്ളത്. അവർ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പെൺകുട്ടി തല മറക്കണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതരും PTA ആളുകൾ, PTA പ്രസിഡന്റ് അടക്കം പറയുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സ്കൂളാണ് ഈ കൊച്ചി പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് എന്ന് വരെയുള്ള ഈ ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂള്. ഇവിടെ LKG മുതൽ +2 വരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. CBSE സ്കൂളാണ്. അവിടുത്തെ ആ സ്കൂളിലെ ആളുകൾ, അവിടെ ആദ്യമേയുള്ളൊരു നിയമമാണ്, ഏത് മതവിഭാഗം ആയിക്കോട്ടെ സ്കൂളിന് ഒരു പൊതു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമിൽ മാത്രമേ സ്കൂളിലേക്ക് വരാവൂ. അതായത് പെൺകുട്ടികളാണെങ്കിൽ ചുരിദാറിൻ്റെ പുറമെ ഒരു കോട്ട്, മുടിയൊക്കെ 2 സൈഡിലേക്ക് പിന്നിട്ടിട്ടാണ് അവിടെ വരിക. അവിടെ ഇഷ്ടംപോലെ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ആരും മഫ്ത ധരിക്കാറില്ല. ഇതിപ്പോൾ ഒരു ഭയങ്കര വർഗീയമായിട്ട് മാറി. ഈ കാസയുടെ ആളുകളും കുറേ ആളുകളും പറയുന്നത് ഒരു ക്രൈസ്തവ തീവ്ര സംഘടനയാണ് കാസ പറയുന്നതിൻ്റെ പിന്നീട് സുഡാപ്പികളാണ്, നിരോധിത സംഘടനയാണ്. ഉദ്ദേശിക്കുന്നത് PFIനെയാണ്. ഇത് നിരോധിത സംഘടനയോ അല്ലെങ്കിൽ PFI എന്നല്ല. ആ രക്ഷിതാവിന് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം മുന്നോട്ട് വെച്ചു. ഇനി നിയമപരമായിട്ട് സ്കൂളിന് മഫ്ത ധരിച്ച് വരുന്നത് വിലക്കാനുള്ള അധികാരം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ നിയമം എന്താണ് പറയുന്നത്? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഓരോ സ്കൂളുകൾക്കും ആ സ്കൂളിന് വേണ്ട യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ സ്കൂൾ മാനേജ്മെൻറ്റിനും അവിടുത്തെ PTA-ക്കും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു മാനുഷികമായ പരിഗണന, ഒരു മുസ്ലിം വിദ്യാർത്ഥി ഒരു മഫ്ത ധരിച്ച് വന്നു എന്ന് കരുതിയിട്ട് ആ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനോ ഒന്നും ബാധിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങൾ മഫ്ത ധരിച്ചിട്ടാണ് നടക്കാറ്. അപ്പോൾ അവിടെ കന്യാസ്ത്രീകളായ ടീച്ചർമാരടക്കം തല മറച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവർക്കൊരു അനുമതി കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഒരു മാനുഷികമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു പരിഗണനയാണ്. പക്ഷേ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് അതില്ല. അത് വർഗീയതയായിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സംഭവം ഒരു വർഗീയതയായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരിക്കൽ പോലും നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ വർഗീയതക്ക് ആക്കം കൂട്ടുന്ന ഒരു വാക്കും ഉണ്ടാവരുത്. ഇനി മറ്റൊരു കാര്യം, നമ്മളൊരു സ്കൂളിൽ പോയി ചേരുന്ന സമയത്ത് ആ സ്കൂളിനൊരു യൂണിഫോം ഉണ്ടാവും, സ്കൂളിനൊരു ഘടന ഉണ്ടാവും.
ആ ഘടന നമുക്ക് അറിയുമ്പോൾ നമ്മൾ അത് പ്രകാരമല്ല ആ സ്കൂളിൽ ചേരാൻ ആഗ്രഹിക്കുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ വർഷങ്ങളായിട്ട് ഒരു മുസ്ലിം വിദ്യാർത്ഥി തല മറക്കാറില്ല. ഇതറിഞ്ഞുകൊണ്ട് ഈ ഒരു അനസ് എന്ന് പേരുള്ള ഇയാളെ മകളെ ചേർക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് മഫ്തരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണം എന്തിനാണ്? അപ്പോൾ ഞാനത് പറയുമ്പോൾ എന്നോട് നിങ്ങൾ വിയോജിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ സത്യം ഞാൻ പറയണത്, ഒരു സ്കൂളിൻ്റെ ഒരു യൂണിഫോം, ഒരു സ്കൂളിൻ്റെ ഒരു രീതിയോ ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യലാണ് നല്ലത്. അത് അവിടെ പോയിട്ട് കാര്യങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണം എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നടക്കാനേ. ഇപ്പോൾ ഒരു സർക്കാർ സ്കൂളാണ് വിചാരിച്ചോ, സർക്കാർ സ്കൂളിന് യൂണിഫോം ഉണ്ട്. പക്ഷേ യൂണിഫോം ഉണ്ടാകുമ്പോഴും ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അവരുടെ വിശ്വാസപ്രകാരം വരാം. ശബരിമല സമയത്തും കറുപ്പ് മുണ്ടൊക്കെ എടുത്തിട്ട് വരും, അതിനൊന്നും പ്രശ്നമില്ല. അത് അനുവദിക്കുന്ന സ്കൂളുകൾ അങ്ങനെ പോകട്ടെ. ചില സ്കൂളുകളിൽ അത്തരത്തിലുള്ള മതപരമായ ഒരു അടയാളങ്ങളും വേഷത്തിൽ തൊടാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സ്കൂളാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ ചേർന്നതിന് ശേഷം പിന്നീട് എനിക്ക് അവിടെ മഫ്ത ധരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആ രക്ഷിതാവിൻ്റെ തീരുമാനം വെറും അപക്വമായ ഒന്നാണ്. പിന്നെ കുറേ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് മുദ്രാവാക്യം വിളിക്കലും പ്രതിഷേധം ഉണ്ടാക്കലും കൊണ്ട് എന്ത് ഗുണങ്ങളാണ് കിട്ടുന്നത്? അതായത് ആ സ്കൂളിൽ ആദ്യമേ അങ്ങനെ മഫ്ത ധരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സ്കൂളാണ്. ഇയാളുടെ മകൾക്ക് മാത്രമാണ് അങ്ങനെ മഫ്ത ധരിക്കാൻ സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ ഓക്കെ, അവിടെ നമ്മൾ പ്രതിഷേധം വിളിക്കണം, നമ്മൾ മുദ്രാവാക്യം വിളിക്കണം, ആ സ്കൂളിൻ്റെ നടപടിക്കെതിരെ ചോദ്യം ചെയ്യണം. ഇതാദ്യമേ സ്കൂളിൽ അങ്ങനെ ഒരു രീതി ഇല്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കൊച്ചി പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്ത സ്കൂളിൽ പഠിച്ച ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ അനുഭവമുള്ള ആളുകളോ പറയും, ഞാൻ അന്വേഷിച്ചിട്ട് മനസ്സിലായ ഒരു കാര്യം, ആ സ്കൂളിൽ ആദ്യമേ അങ്ങനെ ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ വരെ വിശ്വാസ ആചാരങ്ങൾ പ്രകാരം വേഷം ധരിക്കാൻ സമ്മതിക്കാറില്ല. അങ്ങനെ സമ്മതിക്കാത്തടത്ത് വന്നിട്ട് എനിക്കങ്ങനെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളിടത്തൊരു പുതിയ പ്രശ്നമുണ്ടാക്കൽ നല്ല കാര്യമല്ല. അപ്പോൾ ആ സ്കൂൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി പോലീസ് സംരക്ഷണം കൊടുത്തു. അതോടെ സ്കൂൾ അധികൃതരെ വാശി കൂടി. സ്കൂൾ അധികൃതർ സ്കൂൾ 2 ദിവസം അടച്ചിട്ടിക്കാണ്. ഇതിനെ നല്ലപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിനെ ഇതൊരു മത സാമുദായിക പ്രശ്നമാക്കി മാറ്റാണ്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തും വീഴ്ചയുണ്ട്, ആ രക്ഷിതാവിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ട്. ആ രക്ഷിതാവ് ചെയ്തതിൽ ഒരു കാര്യം എനിക്ക് ഭയങ്കര വിയോജിപ്പാണ്. ആ സ്കൂളിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അയാൾക്ക് മഫ്ത ധരിച്ചിട്ട് എൻ്റെ മകളെ പറഞ്ഞേക്കണമെന്ന് വാശിയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുക. അതിന് പറ്റാത്ത സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ശരിയല്ല. ഇല്ലാത്തത് ഉണ്ടാക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതിനപ്പുറം സ്കൂളിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം കൂടി യോജിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ചേർത്താൽ പോരെ? വെറുതെ എന്തിനാണ് മതസാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും കാരണം ഏതെങ്കിലും മതങ്ങൾ തമ്മിലുള്ള മനസ്സകലുന്നൊരു സമീപനമല്ല വേണ്ടത്, മറിച്ച് മനസ്സ് തമ്മിൽ അടുക്കാനാണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാല് ഇത് കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റായിപ്പോയി. ആ കന്യാസ്ത്രീകൾ സ്വയം ചിന്തിച്ചു നോക്കുക, ഞങ്ങൾ തലമറച്ചത് തലയിൽ സൂര്യപ്രകാശം വീഴാതിരിക്കാനല്ല, അവരെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തലമറച്ച് വരുന്നതും എന്തിൻ്റെ ഭാഗമായിട്ടാണ്? വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു വിശ്വാസി വേറൊരു വിശ്വാസിയോട് തോന്നേണ്ടത് എന്താണ്? ശരിക്കും ഒരു ആദരവല്ലേ, ഒരു റെസ്പെക്റ്റ് അല്ലേ വേണ്ടത്? അപ്പോൾ ശരിക്കും ആ കന്യാസ്ത്രീകൾ ആ പെൺകുട്ടിക്ക് തലമറക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കലാണ് ഒരു യഥാർത്ഥ കന്യാസ്ത്രീകൾ ചെയ്യേണ്ടത്. പക്ഷേ ആ സ്കൂൾ അധികൃതർ ഇത് ചെയ്തില്ല. അവർ മുഴുവൻ പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് 100% അവർ ആ ഒരു എന്താ പറയുക സ്കൂളിൻ്റെ നിയമങ്ങൾ അണുവീണ മാറാതെ നിൽക്കുന്നൊരു സ്വഭാവമാണ്. മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ നിയമങ്ങൾ. ഇനി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്യേണ്ടത് എന്താണ്? ഈ സ്കൂളിൽ ആരുടെയും ഒരു മുസ്ലിമിൻ്റെയും തലമറക്കുന്ന രീതിയില്ല. പിന്നെ തൻ്റെ മകൾക്ക് മാത്രമാണ് തലമറക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ ആരാണ് കുറ്റക്കാരൻ? ഈ വാശി പിടിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ സമചിത്തമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തും പിഴവുകളുണ്ട്, ആ രക്ഷിതാവിൻ്റെ ഭാഗത്തും പിഴവുണ്ട്. പക്ഷേ ഇതിനെ ചൊല്ലിയിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും കാസ പോലെയുള്ള തീവ്ര സ്വഭാവക്കാർ പരമാവധി വർഗീയത കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ രക്ഷിതാവിന് വേണ്ടിയിട്ട് SDPക്കാർ മാർച്ച് വിളിച്ചു, അപ്പോഴേക്കും അത് PFIയുടെ ആളുകളായി, തീവ്രവാദികളായി. ആ രക്ഷിതാവിന് വേണ്ടി സംസാരിച്ചാൽ തീവ്രവാദിയാവോ? കഴിഞ്ഞ ദിവസം ഒരു നടൻ ഒരു താടി വെച്ച ഒരു ടാക്സി ഡ്രൈവറെ തീവ്രവാദിയാണ്, എൻ്റെ അമ്മ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുക്കണ്ടായി കർണാടകയിൽ. മുസ്ലിം ആണെങ്കിൽ തീവ്രവാദിയാണെന്ന് വെപ്പ് വെക്കുക. എവിടെയും പോയി പ്രശ്നം ഉണ്ടാക്കലല്ല മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി. എവിടെ നോക്കിയാലും ആരോ തമാശക്ക് ഇട്ടതാണോ കാര്യത്തിന് ഇട്ടാന്ന് അറിഞ്ഞൂടാ, മുസ്ലിം അവിടെ ഉണ്ട്, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്, മുസ്ലിങ്ങൾ തമ്മിലാവും പ്രശ്നം ഉണ്ടാവുക. എവിടെയെങ്കിലും ന്യൂനപക്ഷങ്ങളുണ്ടോ അവരായിട്ട് തല്ലൂടും. അങ്ങനെ എല്ലാവരുമായിട്ടും തല്ലൂടുന്നൊരു സ്വഭാവമുള്ളൊരു രീതിയായിട്ട് മുസ്ലിം മാറി. ഇത് അയാളൊരു പരിഹാസ രൂപം ഇട്ടതാണെങ്കിലും ഇത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓരോ സ്കൂളിന് ഭരണഘടനാപരമായ അവകാശമുണ്ട്. ആ സ്കൂളിന് മദ്രസക്കാണെങ്കിലും സ്കൂളാണെങ്കിലും അവർക്കൊരു യൂണിഫോം കൊണ്ടുവരാൻ. ഇപ്പോൾ എത്രയോ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മുടി വെട്ടുന്ന രീതി ശരിയല്ലെങ്കിൽ കുട്ടികളെ വരെ പുറത്താക്കുന്ന രീതി കാണാം. അപ്പോൾ അതെന്താണ്? ഓരോ സ്ഥലങ്ങൾക്കും ഓരോ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പാലിക്കാൻ സ്കൂൾ അധികൃതർക്ക് ഭരണഘടന കൊടുക്കുന്ന അവകാശമുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ ഒരാൾ മതപരമായിട്ട് മഫ്ത ധരിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ അതൊരു ഇളവ് കൊടുക്കാനുള്ളൊരു മാനുഷികത, അല്ലെങ്കിൽ ഇളവ് കൊടുക്കാനുള്ളൊരു മതപരമായ റെസ്പെക്റ്റ് എന്താ നഷ്ടപ്പെട്ടു പോയത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സ്കൂൾ അധികൃതർക്ക് ആ പെൺകുട്ടിക്ക് ഒരു ഇളവ് കൊടുത്താൽ പോരെ? ആ കന്യാസ്ത്രീകളായ ടീച്ചർമാരും അവിടുത്തെ സഭാ നേതൃത്വവും ഒക്കെ അങ്ങനെയല്ല നടക്കുന്നത്.
അപ്പോൾ അത് ചെയ്യില്ല. അതൊരു മതവിരോധം കൊണ്ടാണോ? ആയിരിക്കാം, അല്ലായിരിക്കാം, പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് കൈകാര്യം ചെയ്യേണ്ട സ്കൂൾ അധികൃതർ ചെയ്ത തെറ്റായ രീതിയാണ്, ആ രക്ഷിതാവും ചെയ്ത തെറ്റായ രീതിയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായം? നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.